രഞ്ജി ട്രോഫിയുടെ വാർത്തയിലേക്കാണ്. അവിടെ കേരളം ഒന്നാം ഇന്നിംഗ്സ് ലീഡിനായി പൊരുതുകയാണ്. വിവരങ്ങൾ നമുക്ക് അനിൽ വാസുദേവിനോട് തന്നെ ചോദിച്ചറിയാം. അനിൽ, ഗുഡ് ഈവനിങ്. എന്തായാലും 2 ദിവസം നാഗ്പൂരിലുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരികെ എത്തുമ്പോൾ കേരളം ഈ കളിയിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അല്പം 3 വിക്കറ്റ് നഷ്ടത്തിൽ 131 റൺസ് എന്ന നിലയിലാണ്. എന്നാലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയാനാവുമോ ഇപ്പോൾ? തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഇപ്പോൾ ഉള്ളത്. കാരണം 14 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടമായി വലിയ പ്രതിരോധത്തിലായതാണ് കേരളം. പക്ഷേ അവിടെ നിന്ന് യുവതാരം അഹമ്മദ് ഇമ്രാനും ഒപ്പം തന്നെ ആദിത്യ സർവ്വതയും ചേർന്നുള്ള ഈ കൂട്ടുകെട്ട് കേരളത്തെ കരകയറ്റുകയായിരുന്നു. 3-ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 93 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. അതോടുകൂടി കേരളത്തിന് നേരിയ പ്രതീക്ഷയായി. പക്ഷേ അഹമ്മദ് ഇമ്രാനെ കൂടി നഷ്ടമായിരിക്കുകയാണ്. 83 പന്തിൽ 37 റൺസ് എടുത്താണ് അഹമ്മദ് ഇമ്രാൻ ഔട്ടായത്. പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റൻ സച്ചിൻ ബേബി ക്രീസിലെത്തിയിട്ടുണ്ട്. 7 റൺസുമായി സച്ചിൻ ബേബിയുടെ ആദിത്യ സർവാദയ്ക്ക് പിന്തുണയുമായി നൽകുന്നത്. വിദർഭയുടെ താരമാണ് ആദിത്യ സർവാദെ. അദ്ദേഹം 2019 അവസാനമായി വിദർഭ ചാമ്പ്യന്മാരാകുമ്പോൾ അന്ന് ഫൈനലിലെ താരമൊക്കെ ആയ ഒരു താരമാണ് ആദിത്യ സർവാദെ. ആ താരം ഇപ്പോൾ കേരളത്തിന് വേണ്ടി കളിക്കുന്നു. കേരളത്തിന് വേണ്ടി വലിയ പ്രകടനം കാഴ്ചവെക്കുന്നു. അർദ്ധ സെഞ്ചുറി നേടുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെയും ഭാഗ്യമായി ആദിത്യ സർവാദെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ സെമി ഫൈനലിൽ കേരളത്തിന് ആ ഒരു നിർണായകമായി ലീഡ് നേടിക്കൊടുത്തത് ആദിത്യ സർവാദയായിരുന്നു. അവസാന ദിവസത്തിൽ 3 വിക്കറ്റ് നേടിയത് സർവാദയായിരുന്നു. അപ്പോൾ ആ സർവാദ ഇപ്പോൾ ബാറ്റ് കൊണ്ടും തിളങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും കേരളത്തിന് ഇനി ലീഡിലേക്ക് വേണ്ടത് 249 റൺസ് കൂടിയാണ്. 7 വിക്കറ്റേ ശേഷിക്കുന്നുള്ളൂ. പക്ഷേ മുഹമ്മദ് അസറുദ്ദീനും സൽമാൻ നിസാറും അടക്കമുള്ള ബാറ്റർമാർ വരാനിരിക്കുന്നുണ്ട്. അത് പ്രതീക്ഷയാവുന്നു. ഒപ്പം തന്നെ സച്ചിൻ ബേബി അദ്ദേഹത്തിൻ്റെ 100ാം ഫസ്റ്റ് ക്ലാസ് മത്സരം കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചരിത്രപരമായ ഫൈനൽ, ഒപ്പം തന്നെ 100ാം മത്സരം, ആ ഒരു മത്സരത്തിൽ ബാറ്റ് കൊണ്ടും കേരളത്തിൻ്റെ ഏറ്റവും മികച്ച എക്കാലത്തെയും മികച്ച ബാറ്ററായിട്ടുള്ള സച്ചിൻ ബേബിയിൽ നിന്ന് ഒരു പ്രകടനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ കേരളം ഈ ഫസ്റ്റ് സെഷനിൽ തന്നെ വലിയ പ്രകടനം കാഴ്ചവെക്കുന്ന ഈ വിക്കറ്റ് പോകാതെ പരമാവധി സെഷനിൽ പിടിച്ചു നിൽക്കുക എന്ന് തന്നെയായിരിക്കും കേരളത്തിൻ്റെ ലക്ഷ്യം. ഒരുപക്ഷെ വിജയമില്ലെങ്കിൽ കൂടി ഫസ്റ്റ് ഇന്നിങ്സ് ലീഡ് നേടി കിരീടം നേടുകയാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. ക്രിസ്റ്റീന. ശരി, അനിൽ വാസുദേവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും നിതീഷും ബേസിലും നമ്മുടെ ഏതനും ജലജ് സക്സേനയും എല്ലാം ചേർന്ന് 2ാം ദിവസം എറിഞ്ഞിട്ട് കേരളത്തിന് ഒരു മേൽക്കൈ നേടിക്കൊടുത്തിരുന്നു. ആ മേൽക്കൈ അവർ തുടർന്നു കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.